ഡിന്നർ എത്തുന്നു പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തായാലും ഒരു 1.5-2 മണിക്കൂർ അത് കണക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം വേറെ ഒന്നല്ല, മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കാണ് ഇങ്ങനെ വന്നത്, ഒരു ചാൻസിൽ നിൽക്കുന്നത്. അപ്പം ഫസ്റ്റ് വന്ന രീതിക്കല്ല നമ്മൾ പോണത്, അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ തിരിച്ചു പോണത് നല്ല ട്രിപ്പായിരുന്നു. പിന്നെ പൊതുവേ ഞാൻ ക്ലാസ്സിൽ എല്ലാവരോടും നല്ല കമ്പനിയാണ്, ചില ആൾക്കാരോട് മാത്രമായിരുന്നു വൈഷ്ണവായിട്ടൊന്നും വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു. കാണുമ്പോൾ ചിരിക്കും, ജസ്റ്റ് അത്ര തന്നെ. എല്ലാരും പൊളിയാണ്. ഗ്രൂപ്പിസമൊക്കെ നിർത്തിപ്പോ അതിപ്പോ എല്ലാരും നല്ലോണം കമ്പനി അയക്കണേ. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. സൂപ്പർ ട്രിപ്പായിരുന്നു. എല്ലാവരോടും വളരെയധികം കമ്പനിയായി. അത് ഞാനും പറഞ്ഞോ. ഇതുപോലെ ഇനി സംസാരിക്കാൻ വേറെ അവസരം കിട്ടിയില്ല. ഇതോടൊക്കെ കഴിഞ്ഞു. പിന്നെ തലേ ദിവസം വരെ നമുക്കൊരു ടെൻഷനും പേടിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഓർഡർ അത് റിജക്റ്റ് ചെയ്യുന്നുള്ള ഒരു വാർത്ത വന്നപ്പോൾ ഇത്രയും നമ്മൾ പാക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയേണ്ടത് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിനി. ഫസ്റ്റ് ഞാൻ വരുമ്പോൾ പ്രതീക്ഷിച്ചില്ല കമ്പനി ആവുന്നു. ഞാൻ മെയിനായിട്ട് വന്നത് പ്ലേസ് കാണാം, ഗോവ ബീച്ച് കാണാം, പിന്നെ തണ്ടയിൽ വാട്ടർ ആക്റ്റീവ്. ഈ ബസ്സിലുള്ള ഒരു മഹാനാണ് വൈഷ്ണവ് വിനോദ്. ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട് ചിരിച്ചിട്ട്. ഫ്ലാഷ് ബാക്ക് പറയാൻ അതൊരു നല്ല കോർഡിനേറ്റ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർ, ഷാനി, റമീസ്, അപ്പം ഫർസി എല്ലാവരും ഇതിൻ്റെ ഒപ്പം ആദ്യം തൊട്ട്. മിസ്സിനെന്താ പറയാ, എനക്കുണ്ടായ മാറ്റങ്ങൾ ഇതുകൊണ്ട് എനക്കുണ്ടായ മാറ്റങ്ങൾ ക്ലാസ്സിലും ക്ലാസ്സിൽ കയറുമ്പോ കൊറേ ആൾക്കാരുടെ കമ്പനിയായി. എനിക്ക് എത്ര പറയാനുള്ളൂ. ഇപ്പൊ ക്ലാസ്സിലെ എല്ലാരോടും കുറച്ച് കമ്പനി. ഞങ്ങൾക്ക് ജംഗ്ലി റമ്മിയിൽ 3000 രൂപ അടിച്ച് ഞാനും ശ്രീലിഷ് കേമനും കൂടി 3 പോകാൻ പോവുകയാണ്. അനുഭവം പറയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കാന്. മിസ് പറഞ്ഞതും കേൾക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. വളരെ നല്ല നല്ല ട്രിപ്പ്. എല്ലാവരായിട്ട് മിങ്കിളാവാൻ പറ്റി. കൊറേ ആൾക്കാരായിട്ട് കമ്പനി ആവാനൊക്കെ പറ്റി ഭയങ്കര സന്തോഷമുണ്ട്. ബിപി കുറഞ്ഞു. ആരും മിണ്ടരുത്. ബാക്കി എല്ലാവരും സ്വന്തം എക്സ്പീരിയൻസ് പറയാം. അടിപൊളി ഇതെല്ലാവരും തന്നെ പറയാ. വിഷ്ണു പറയണം. എന്തുകൊണ്ടും നല്ലൊരു ഇതാണ് വെച്ചാല് ഞാൻ ക്ലാസ് കയറാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള അധികം ആരെയും അറിഞ്ഞൂടാ. ഇന്നലെ പറഞ്ഞില്ല, ഇന്നലത്തെ കൂടി കൂട്ടിയിട്ടെന്ന് പറയും. അവിടെ രാജ ഞാൻ ഈ സാധനം തുടക്കാറില്ല. തുടങ്ങണത് കുഴപ്പമില്ല. ശരി പറയാൻ അല്ല ടീച്ചറാക്ക് കഴിഞ്ഞിട്ട് ഇന്നിവിടെ പാട്ട് ഡാൻസ് കളിക്കുമ്പോ ടീച്ചേഴ്സ്
നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും വൃത്തിയുള്ള ഹോട്ടലിൽ ഭക്ഷണം തന്നു എന്നുള്ളത് ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അതിന് താങ്ക്സ് എ ലോട്ട്. അതേപോലെ തന്നെ പിന്നെ വേറൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഡെൻഡേലിയിലെ അക്കോമഡേഷനെ കുറിച്ചായിരുന്നു. അതും ഏറ്റവും നല്ല അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതിന് അതിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എത്രയും സേഫായിട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഒന്ന് രണ്ട് എന്താ പറയുക വർത്തമാനം പറയേണ്ടി വന്നു ആ ബീച്ചിൽ നിന്നുള്ളത് ഒഴിച്ചാൽ. അത് ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുകയാണ്. ബാക്കി എല്ലാം ഉഷാറായിരുന്നു. വി ആർ സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. താങ്ക്സ് അലോട്ട്. നമ്മൾ തിരിച്ച് നിങ്ങൾ വന്നപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ്ലി മാറി. നമ്മളൊരു സാധാരണ കാണുന്ന ആൾക്കാരല്ല അവിടെ ഉള്ളത്. നല്ല മക്കളാണ്. പിന്നെ തിങ്കളാഴ്ചയാണ് നിങ്ങളെപ്പുറം കൂടിയത്. അന്നിൽ ചെറിയൊരു ചെറുപ്പവും കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നിങ്ങളെ പറ്റി നിങ്ങൾ അറിയില്ല. പക്ഷേ നിങ്ങൾ ഒരു എന്താ പറയുക വയനാട് ബത്തേരി മൈസൂർ ഭക്ഷണം കഴിക്കാൻ സ്കീമാർക്കുമാണ്. അപ്പോ അടുത്തത് എന്തായാലും അവസാനം എൻജോയ് ചെയ്ത് നല്ല ട്രിപ്പായിരുന്നു. എനിക്കിതുപോലെ ഒരു 10ാം ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു സോളോ ട്രിപ്പ് മാതിരി നടന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ നടക്കൽ മൊത്തം ഉണ്ടായിരുന്നു. അത് ഫുൾ പാളിച്ചായിരുന്നു. ഞാനിപ്പോൾ എന്താ പറയാന്ന് വെച്ചാല് ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിനിടയിൽ എനിക്ക് ബാക്കിയുള്ളവരോട് കമ്പനി ആവാനുള്ള ചാൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ടൈം അങ്ങനെ മിസ്സായിട്ടുണ്ട്. അപ്പൊ അതിൽ ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട്. അല്ലാണ്ട് ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരുമില്ല, ഞാൻ എല്ലാവരോടും മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഉണ്ട്. പിന്നെ മിസ് ചെയ്യും പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ഞാൻ എൻജോയ് സഭയിലേക്ക് ഞാൻ പൊട്ടനാ എല്ലാവരും പറഞ്ഞാൽ അത് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, നല്ല അടിപൊളിയായിരുന്നു. അത് മാത്രം ജസ്റ്റ് ഒന്ന് അത്രയും ഒരു കമ്പനിയാണ്, അത്രയും അംഗങ്ങളാണ്. കാരണം ഷാഫിക്ക ഇന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നരി ദാമൊക്കെ വിളിച്ചാൽ മതി. നല്ല ആൾക്കാരാണ്, നല്ല കമ്പനിയാണ്. ആരായിട്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായില്ല, ആരായിട്ട് ഒരു പ്രശ്നങ്ങളില്ല. അതേപോലെ നമ്മളെ എല്ലാവരും ആരായിട്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയില്ല, ആരായിട്ട് കച്ചറ വിച്ചറ ഒന്നിലേക്ക് നിന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്.